2 ദിവസം മുമ്പ് ഉസ്ബെക്കിസ്ഥാനിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റ് മരിച്ച യുവതിയുടെ കേസ് ട്വിസ്റ്റിലേക്ക്. മതം മാറാൻ നിർബന്ധിച്ചു, മതം മാറാൻ സമ്മതിക്കാത്തത് കൊണ്ട് ആൺ സുഹൃത്ത് പ്രകോപിതനായിട്ട് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റു. ഇതാണ് യഥാർത്ഥ വാർത്ത. പക്ഷേ നമ്മുടെ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് പ്രകോപിതനായിട്ട് ആൺ സുഹൃത്ത് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റ് യുവതി മരിച്ചു എന്നാണ് പറയുന്നത്. 1ാം വർഷ വിദ്യാർത്ഥിനി കൂടിയാണ്. രണ്ടുപേരും ഉസ്ബെക്കിസ്ഥാനിലാണ് പഠിക്കുന്നത്, ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഇവരുടെ കൂടെയുള്ള സഹപാഠികളാണ് പറഞ്ഞത് നിരന്തരമായിട്ട് മതം മാറ്റാനായിട്ട് സദറുൽ അനം നിർബന്ധിച്ചിരുന്നു സാവരിയെ ഒരു കണക്കിനും അമ്പിനും വില്ലിനും അടുക്കാത്തത് കൊണ്ട് ഒരു റൂമിൽ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒച്ചയും ബഹളവും കേട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന സാവരയുടെ ശരീരം കണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത് തന്നെ ഈ സദറുൽ അനം തന്നെയാണ്. വിദ്യാർത്ഥികൾ പറയുന്നത് മതം മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് നിരന്തരം നിർബന്ധിച്ചിരുന്നു സാവരി അതിന് തയ്യാറാകാത്തതിന്റെ പ്രകോപനമാണ് ഈ ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സഹപാഠികൾ പോലും പറയുന്നത്. എന്നാൽ പ്രകോപിതനായിട്ട് ഒരൊറ്റ നിമിഷത്തിൽ ദേഷ്യം വന്നിട്ട് തലക്കടിച്ച് കൊന്നതല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ തല മുതൽ കാല് വരെ ആ ശരീരത്തിൽ ചതഞ്ഞിട്ടുണ്ട്, പല മുറിവുകളുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് ഇന്ന് കൊണ്ടുപോവുകയാണ് ബോഡി. എന്ത് തന്നെയാണെങ്കിലും സദറുൽ അനം മലപ്പുറംകാരനാണ്, സാവരിയാണെങ്കിൽ ഹരിപ്പാടുകാരിയാണ്. പൊലിഞ്ഞത് ഒരമ്മയുടെ സ്വപ്നമാണ്. ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ് സാവരിയും സദറുൽ അനമും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരും ഹോസ്റ്റൽ മുറിയിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ സദറുൽ അനം പെട്ടെന്ന് പ്രകോപിതനായിട്ട് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. സംഭവം നടന്നത് ഉസ്ബെക്കിസ്ഥാനിലാവുകൊണ്ട് ഇവിടത്തെ മലയാളം സംസാരിക്കുന്ന കുറച്ച് പാകിസ്ഥാനികളൊന്നും പ്രതികരിച്ച് വന്നിട്ടില്ല. കാരണം ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ലവ് ജിഹാദ് ഇല്ല എന്നാണ്. ലവ് ജിഹാദ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് മതം മാറ്റാനായിട്ട് നിർബന്ധിച്ചിട്ട് അത് മാറാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ നോ പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ സാവരിയുടെ ജീവൻ സാവരിക്ക് നഷ്ടമായത്, കുടുംബത്തിന് നഷ്ടമായത്. പഠിച്ച് വലിയൊരു കുട്ടിയായിട്ട് സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തെ പോറ്റേണ്ടുന്ന ഒരു കുട്ടീനെയാണ് മതം മാറ്റാൻ നിർബന്ധിച്ച് അതിന് തയ്യാറാകാത്തോട് സദറുൽ അനം എന്ന കൊടിയ ക്രിമിനൽ കൊന്നു കളഞ്ഞത്. ഇത് മലപ്പുറം സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ആരും കേരളത്തിൽ അത്ര വലിയ വാർത്താ പ്രാധാന്യം ഇതിന് കൊടുത്തിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും ലവ് ജിഹാദൊക്കെ പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർ, ദീർഘമായിട്ടുള്ള പ്രബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ, പ്രൊപ്പഗണ്ടയാണെന്നുള്ള ചാപ്പ കുത്തി ഇതിനെയെല്ലാം, ഇത്രയും ഒരു കേസിനെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്നവർ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനനുകൂലിച്ചൊന്ന് രംഗത്ത് വരുന്നില്ല എന്നാണ് നമ്മൾക്ക് അതിശയമായിട്ട് തോന്നാൻ കാരണം. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഇതിന് ഇരയായിട്ടുണ്ട്. പലരും പുറത്തു പറയാൻ പേടിക്കുന്നുണ്ട്. പുറത്ത് പറഞ്ഞവരാകട്ടെ അവരെയും പ്രൊപ്പഗണ്ടയുടെ ചാപ്പ കുത്തി അവരുടെ മാനവും എല്ലാം കപ്പൽ കയറുന്ന വിധം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം കേരള സ്റ്റോറി ആണെന്നുള്ളൊരു സിനിമ വന്നപ്പോൾ പോലും അതിനെ പോലും പുച്ഛിച്ച് തള്ളി പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരെ കൈയിട്ട് വാരിയ മുതലുകളാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും. ഏറ്റവും കൂടുതൽ കേരള സ്റ്റോറി 2 സിനിമ കഴിഞ്ഞപ്പോൾ അതിവിടെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് സിനിമ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ കയറി പകുതി വെച്ച് സിനിമയ്ക്ക് കർട്ടൻ ഇടിക്കേണ്ട അവസ്ഥ വരുത്തിയത് ഇവിടുത്തെ CPM-കാരാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുറവിളി കൂട്ടി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചവരാണ് ഇന്ന് അതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാനും ശ്രമിക്കുന്നത്. എന്തുകൊണ്ട്? കേവലം ഒരു സിനിമ കൊണ്ട്. യഥാർത്ഥത്തിൽ പ്രീണന ഭാവം കൊണ്ടാണോ ഇവർ ഇതെല്ലാം വലിച്ചിഴക്കുന്നതെന്നാണ് നമുക്കറിയാൻ പാടില്ല. എന്ത് തന്നെയാണ് കേരള സ്റ്റോറി 2 സിനിമ ഇറങ്ങാതായി കഴിഞ്ഞപ്പോൾ അതിനെതിരെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അവിടെ നിന്നാണ് ഇതിന്റെയൊക്കെ തുടക്കം കുറിച്ചത്. എന്നാൽ സിനിമ കാണിക്കാനായിട്ട് അനുമതി നൽകിയെങ്കിലും പല തിയേറ്ററുകളും പേടിച്ചിട്ട്, അതായത് ഇവരുടെ CPM-കാരുടെ ഈ ഒരു ആക്രമണത്തെ പേടിച്ചിട്ട് പലരും ഷോകൾ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. ഷോകൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം നമ്മുടെ പെൺകുട്ടികൾ, പ്രണയം ഒരിക്കലും തെറ്റൊന്നല്ല, പക്ഷെ ആ ഒരു പ്രണയം ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. നോ പറയേണ്ട ഒരു കാര്യത്തിന് നോ പറഞ്ഞു കഴിഞ്ഞ ശേഷം അവളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷെ അവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം അവൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ സിനിമകൾ വച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ഒരു മെസ്സേജ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയിക്കാം, പക്ഷേ കല്യാണം കഴിക്കാനായിട്ട് മതം മാറണം എന്ന് എവിടെയാണ് പറയുന്നത്? അപ്പോൾ ശരിക്കും പ്രണയിക്കുന്നവർ തമ്മിൽ പ്രണയമാണോ അതോ മതം മാറ്റി
മതത്തിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇവർ പ്രണയിക്കുന്നത് എന്നാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാതൽ. ആ വഴി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയെ വർഗീയതയായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇവിടുന്ന് പ്രണയത്താൽ വഞ്ചിക്കപ്പെട്ട് സിറിയയിൽ പോയി തീവ്രവാദികളുടെ കൂടെ ചേർന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തിയ കഥകൾ വരെ ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ വിക്ടിം ആയിട്ട് എന്നുള്ള നിലയിൽ ഉണ്ട്. ഇപ്പൊ അവരെല്ലാം അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആ പോയ ഒരു കുട്ടിയുടെ അമ്മ തന്നെ തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ തീവ്രവാദ പ്രവർത്തനം, ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്താനായിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഇന്ത്യയിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ ഭരണകൂടം എടുത്ത തീരുമാനം. അതിനെ നമ്മൾ അംഗീകരിക്കേണ്ട കാരണം തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് സ്നേഹിച്ച് സിറിയയിലേക്ക് പോയിട്ട്, സിറിയയിൽ ആടുമേക്കാൻ പോയതൊന്നല്ലാന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. സിറിയയിലേക്ക് എത്ര പേരാണ് അങ്ങനെ നാട് കടത്തപ്പെട്ടത് നിങ്ങൾക്കറിയാവോ? നമ്മുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയാണ് നോക്കിക്കഴിഞ്ഞാൽ മതി. നമ്മുടെ എറണാകുളത്ത് നിന്ന് തന്നെ, അതായത് വൈറ്റിലേത് തന്നെ ഒരു കുട്ടി അങ്ങനെ പോയിട്ടുണ്ട്. ഒന്നും വേണ്ട, കോതമംഗലത്ത് കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ്. സോണിയ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യയാണ്. ആ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം തന്നെ മതം മാറ്റാനായിട്ട് നിർബന്ധിച്ചു, നിരന്തരം നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായിട്ട് എഴുതിയിട്ട് പോലും FIR റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഭാഗം മാത്രം പോലീസുകാർ മാർക്ക് ചെയ്തിരുന്നില്ല. അതിന് പകരം ഗാർഹിക പീഡനത്തിന്റെ അത് കൊടുത്തിട്ട് മാത്രമാണ് ആ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം എഴുതി വെച്ചു. അത്രയും വലിയ നീതിപാലകരുള്ള നാട്ടിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു തന്നെ അറിയണം. കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ലവ് ജിഹാദും അതിനെ തുടർന്നുള്ള ആത്മഹത്യയും എല്ലാം നിരന്തരമായിട്ടുള്ള ഭീഷണിയും. ഒരുപാട് പെൺകുട്ടികൾ ഇതിന്റെ ഇരയാകുന്നുണ്ട്. ചിലർ അറിഞ്ഞോട് ചാടുന്നുണ്ട്, ചിലർ അറിയാതെ ചാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലേർട്ടായിരിക്കുക. നമ്മുടെ പെൺകുട്ടികൾ, അതായത് ഓരോരോ കുടുംബത്തിലും ഇപ്പൊ പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞു വരുന്നവരെല്ലാം സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പ്രൊപ്പഗണ്ടയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയൊരു സാവരി അവിടെ ഉണ്ടാവാതിരിക്കട്ടെ. ഇത് അവസാനത്തെ പേരൊന്നും ആയിരിക്കില്ല, ഇനി നീണ്ടു തന്നെ പോകും ലിസ്റ്റ്. കാരണം ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരു സംഘം തന്നെ നമ്മുടെ ചുറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഇനി ആ ഒരു കെണിയിലേക്ക് വീഴാതിരിക്കട്ടെ.